ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം എനിക്ക് മീഷോയിൽ നിന്ന് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ അതങ്ങ് വാങ്ങാമെന്ന് അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഇത് പൊട്ടിക്കാനുള്ള ചടങ്ങ് തന്ത്രപ്പാടൊന്നും നമുക്കില്ല. നമ്മളിങ്ങനെ വലിച്ചറിഞ്ഞും വലിച്ചങ്ങ് പൊട്ടിക്കില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടറിയാൻ ഇങ്ങനെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു ഇച്ചിരി അടക്കം ചിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് എഴുതി കത്രികയൊക്കെ എടുത്ത് ഇഷ്ടപ്പെട്ടപ്പോൾ, പക്ഷെ പകുതി വീഡിയോ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീണ്ടും കൈക്കൊണ്ടാണ് പറിക്കുന്നത്. കാരണം നമുക്ക് അതിനുള്ള എന്താ പറയുക മനഃശക്തി, ഇങ്ങനെ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ പിടിച്ചിരുത്താനുള്ള കഴിവ് നമുക്കില്ല. അതങ്ങനെ അപ്പാപ്പന്നെ പൊട്ടിക്കലാണ് നമുക്ക്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. അപ്പം എനിക്കിങ്ങനെയാണ്. അപ്പം ഞാനങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. അതായത് ഇങ്ങനെ എന്താ വെപ്രാളം, അതായത് അത് കണ്ടേ പറ്റൂ. അപ്പോൾ വലിച്ചു നീട്ടാത്ത കാര്യത്തിലേക്ക് പോകാം. ഇത് നമുക്ക് മീഷോയിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡാണ്. ഇത് നമ്മൾ സ്കാൻ QR കോഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുക. എന്തോ ഉണ്ട് അങ്ങ് ചെയ്തായിരുന്നു, എന്തോ സംഭവമൊക്കെ കിട്ടി. അപ്പോൾ ആരും അറിയാത്ത പണിക്ക് നിൽക്കരുത്. ഞാനും അറിയാത്ത പണിക്കാണ് നിന്നത്, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം. ഇത് ഓൾറെഡി നിങ്ങൾ കണ്ട് ഞാൻ പറയണതിന് മുന്നേ ഓക്കെ. അപ്പോൾ ഈ സംഭവം എനിക്ക് യൂസ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ, എന്നാലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഡ്രസ്സൊക്കെ ഇങ്ങനെ തുന്നി പിടിപ്പിക്കാനായിട്ടും. പിന്നെ എനിക്ക് വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ട് വെറുതെ അത് നാശാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെ ഞാൻ ഡ്രസ്സിലൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ നോക്കി ഗൈസ്, പക്ഷെ അത് ചമ്മിപ്പോയി, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഇതെന്താ പറയുക, കുറച്ചും കൂടി ഞാൻ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞ് തിരിച്ചും മറിച്ചൊക്കെ നോക്കി എന്താ സംഭവം എന്നൊക്കെ നോക്കി. അതിന് ശേഷം ഇതങ്ങ് ഭദ്രമായിട്ട് ഞാൻ എടുത്തു വെച്ചു. എന്തിന്? യൂട്യൂബിൽ നോക്കി പഠിക്കാൻ വേണ്ടി. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് സൈഡിലാക്കി ഒതുക്കി സൂക്ഷിച്ചങ്ങ് വെച്ചു ഗൈസ്. ഇനി യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്തിട്ടൊക്കെ വേണം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതും കൂടി നോക്കാൻ. അതിനുശേഷം ഞാൻ കിടിലൻ ഡ്രസ്സൊക്കെ അങ്ങനെ തിന്നും. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്, പിള്ളേർക്കും ചേട്ടനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീണ്ടും കാണാം. ആരെങ്കിലും വാങ്ങിച്ച്